ഗൈസ്, ഞാൻ ദേവികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അഗ്രോഗ്രീനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു കുഴപ്പമില്ല, ആൾ വീഡിയോ ചെയ്തോട്ടെ എന്ന് കരുതിയിരുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ആ വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിൽ പറയുന്നത് ഞാനൊരു ഫ്രോഡ് ലേഡിയാണ്, ശവന്തീനിയാണ്, ഫ്രീ ആയിട്ട് ആരോ എന്തോ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ചിലരുണ്ടല്ലോ എന്തും തിന്നുന്ന സാധനം, അങ്ങനെയൊക്കെയാണ് എന്നെ പറഞ്ഞത്. അപ്പോൾ അതൊന്നും വെറുതെ കേട്ടോണ്ടിരിക്കുക എന്നെക്കൊണ്ട് എന്തായാലും സാധിക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് വില കുറച്ച് കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ആൾ പറഞ്ഞത്. എനിക്ക് വില കുറച്ച് കൊടുക്കുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ആളുടെ നിന്ന് ഓർഡർ ചെയ്തത്. എൻ്റെ ആകെ ഒരു അടീനിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇനി അടീനിയം വേണമെന്നുണ്ടായതുകൊണ്ടാണ് ഞാൻ ആളുടെ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ ആളാണ് അയച്ച് തരാത്തത്, പ്രോപ്പറായിട്ട് മെസ്സേജിന് റിപ്ലൈ തരാത്തത്, എല്ലാം ചെയ്ത ആളാണ്. പിന്നെ കുറ്റം നമ്മളുടെ മണ്ടയ്ക്ക് എങ്ങനെയാണ് ആവുന്നത്? ആൾക്ക് ഇത്രയും സബ്സ്ക്രൈബർ ഉണ്ടായിട്ട് എനിക്ക് എന്തോ വിഷമം കണക്കാമെന്നാണ് ആൾ പറയുന്നത്. എനിക്ക് ഒരു വിഷമമില്ല. തനിക്ക് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ തനിക്ക് തന്നെ കൊള്ളാം, അല്ലാതെ എനിക്ക് ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് തനിക്ക് 701 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ലെഫ്റ്റായി പോയാണ് തനിക്കിപ്പോൾ 690 ആയത്. അല്ലാതെ ഞാൻ കള്ളം പറഞ്ഞതൊന്നും അല്ല കേട്ടോ. എനിക്ക് തൻ്റെ ചിലവിന് ഒരു റീച്ചും വേണ്ട. ഞാൻ ഓർഡർ തനിക്ക് തന്നിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ സംഭവങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടോ. പലരും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവർക്കുണ്ടായ സംഭവങ്ങൾ അവരെന്നോട് പറഞ്ഞു. ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇല്ലാത്തതായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വേറൊരാളെ പറ്റി അതിന് പറയുന്നുണ്ടെന്ന് താൻ പറയുന്നില്ലേ? അപ്പോൾ ആ വീഡിയോ നേരെ കാണാം. ഞാൻ അവരെ പറ്റി മോശമായിട്ട് ഒന്നും പറയുന്നില്ല. ആ പ്ലാൻസ് എൻ്റെത് അഴിവിപ്പോയെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവരെ നിന്ന് ഞാൻ ഒരുപാട് പ്ലാൻസ് മേടിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഞാൻ അവരെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരുടെ നിന്ന് മേടിച്ച പ്ലാൻസാണ്, നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട് എന്നെല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയുടെ അറ്റവും മൂലവും കണ്ടാലൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. എൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം കാരേറ്റ് പേടിയോളത്താണ് എൻ്റെ വീട്. ഇവിടെ ആരടുത്ത് വന്ന് ചോദിച്ചാൽ എൻ്റെ വീട് കാണിച്ചു തരുവേ. മത്തിക്കറിയും ബോഞ്ചി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് കിടക്കാനല്ലേ എൻ്റെ അടുത്ത് പറയാം, ഞാൻ കിടന്നോളാം. മോൻ അതൊന്നും അന്വേഷിക്കണ്ട കേട്ടോ. തനിക്ക് 1050 രൂപ 600 രൂപയൊക്കെ ഒരു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. നമ്മൾ ഓരോന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ്. അത് നമുക്ക് നല്ല വിലയുണ്ട്. അത് 1000 ആയാലും 1 രൂപ ആയാലും 2 രൂപ ആയാലും അത്യാവശ്യം വിലയുള്ള കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ. പിന്നെ തൻ്റെ ഒരു സെല്ലർ ഷിഫ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഓർഡറൊക്കെ ഡിലേ ആവുന്നതെന്ന് നമ്മളെങ്ങനെ അറിയും? തനിക്കതറിയാം. അത് നമ്മളോട് പറഞ്ഞാലേ നമ്മൾ അറിയത്തുള്ളൂ. ഞാൻ ഓർഡർ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞു, 3 മാസം ആകാറ്. ഇത്രയും നാളായിട്ട് ഒരു അപ്ഡേഷനും ഇല്ല. താൻ മെസ്സേജും അയക്കൂല, ഒരു കാര്യവും പറയൂല. പിന്നെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? എത്ര മെസ്സേജ് അയച്ച് ഒരു റിപ്ലൈ എങ്കിലും തന്നാ? ചിലപ്പോൾ തൻ്റേത് മുമ്പ് മേടിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്, അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. അതൊക്കെ പറഞ്ഞു തരേണ്ട ഉത്തരവാദിത്തം തനിക്കില്ലേ? ഇപ്പോൾ ഓർഡർ ചെയ്ത് തനിക്ക് ഒന്നെങ്കിൽ പറഞ്ഞൂടെ 2 മാസം കഴിയും അല്ലെങ്കിൽ 3 മാസം കഴിയും. ഇത്തിരി ഡിലേ വരുമ്പോൾ ആ കസ്റ്റമേഴ്സിനോടൊക്കെ ഒന്ന് പറയേണ്ടേ? അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടോ എങ്ങനെയെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം തനിക്കില്ലേ? അതെന്താണ് പറയാത്ത? പിന്നെ നമ്മളൊക്കെ എങ്ങനെ അറിയും? ഞാൻ ഈ വീഡിയോ ഒന്നും ഒരിക്കലും ചെയ്യൂലായിരുന്നു. എന്നെ വന്നിട്ട് ശവന്തീനിയാണ്, ആരും എന്തോ ഫ്രീ ആയിട്ട് കിട്ടിയോണ്ടാണ് മേടിച്ചത്, കുറേ എണ്ണം ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് കിട്ടിയ എന്തും സാധനം മേടിക്കുന്നതെന്നൊക്കെ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തന്നെ പറ്റി മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ പറ്റി ആ വീഡിയോയിൽ അങ്ങനെ വല്ലതും പറയുന്ന ഫ്രോഡ് സെല്ലറാണെന്ന് ഒറ്റ കാര്യം മാത്രമേ ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാ? ഒരുപാട് പേരുടെ നിന്ന് പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്. തന്നെ മോശക്കാരനാക്കിയിട്ട് എനിക്ക് ദൈവത്തിനാണെങ്കിൽ ഒന്നും കിട്ടാതെ എനിക്ക് ആരും ഒന്നും തന്നിട്ടുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്ലാന്റ് ഓർഡർ ചെയ്തപ്പോൾ എനിക്കുണ്ടായ സംഭവങ്ങൾ മാത്രമേ ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ആ നല്ല രീതിയാണ് സെയിൽ ചെയ്തത്. ഞാൻ ഉറപ്പായി ഇനിയും പ്ലാന്റ് മേടിച്ചു തന്നെ. ഇതുവരെ ഞാൻ തൻ്റെ നിന്ന് ഓർഡർ ചെയ്തിട്ട് എൻ്റെ കൈ കിട്ടിയതുമില്ല. താനൊരു മെസ്സേജോ അയക്കുന്നുമില്ല. അപ്പം തന്നെ പറ്റി എന്താണ് ഞാൻ കരുതേണ്ടത്? ഇത്രയും നാൾ ലൊക്കേഷൻ ട്രിവാൻഡ്രം ആയിരുന്നു, പെട്ടെന്നൊന്ന് കോട്ടയായി, കമൻസും ഓഫ്. അപ്പോൾ തന്നെ പറ്റി എന്താണ് കരുതുന്നത്? താനാണെങ്കിൽ മെസ്സേജിന് റിപ്ലൈയും തരുന്നില്ല. താൻ ഫേക്ക് എന്നല്ലേ നമ്മൾ കരുതോളൂ. 3 മാസം ആകാറ്, എന്നിട്ട് ഒരു റെസ്പോൺസും ഇല്ല. അപ്പോൾ എന്താണ് കരുതേണ്ടത്? താൻ തന്നെ ആലോചിച്ച് നോക്ക്. താനാണെങ്കിൽ താൻ എന്ത് ചെയ്യും? അത്രയും ഞാനും ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഞാൻ തന്നെ പറ്റി മോശമായിട്ട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല. എന്നെ പറ്റി അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. സ്വന്തം കയ്യിലൊരു തെറ്റുണ്ടെങ്കിൽ ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അത് തിരുത്താനും നോക്ക്. അല്ലാതെ വെറുതെ മറ്റുള്ളവരെ മണ്ടയ്ക്ക് കയറാതെ. എൻ്റെ കോൺടാക്റ്റിൽ ഇത്രയും പ്ലാൻ സെല്ലേഴ്സ് ഉണ്ട്. ഞാൻ മിക്കുള്ളവരിൽ നിന്ന് പ്ലാന്റ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ മോശക്കാരനാക്കിയിട്ട് ഒരു കാര്യമില്ല.